ഹലോ. ഹെൽമി എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ കഴിഞ്ഞ വ്ളോഗ് ഇട്ടിട്ട് കുറേ പേര് പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് ഒക്കെ ഇട്ടിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ തിരക്കാനായിട്ട് നമ്മുടെ പണിയോടനുബന്ധിച്ച്. അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും എല്ലാവർക്കും മറുപടി തരാം. അല്ലാതെ നമ്മുടെ വീഡിയോയുടെ താഴെയും പലരും ചില ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഞാൻ കണക്കുകൾ കുറച്ച് എഴുതാനുണ്ട്. എന്തായാലും ഞാൻ ഡീറ്റെയിൽസ് പറയാമേ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, വിറകടുപ്പിലെ പാചകം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ് കേട്ടോ. പക്ഷെ സാഹചര്യങ്ങൾ കാരണം ഞാൻ അടച്ചിട്ടേക്കുമായിരുന്നു അടപ്പ്, സോറി, അടുപ്പ്. എന്നാൽ ഇപ്പൊ നാട്ടിലെ സാഹചര്യങ്ങൾ അറിയാമല്ലോ, അതുകൊണ്ട് വീണ്ടും അതിനെ തുറന്ന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ട്. സ്റ്റോറേജ് ഫെസിലിറ്റി കുറവായിട്ടുണ്ട്. എങ്കിലും എല്ലാം നടക്കണമല്ലോ. കത്തുന്നില്ല, കത്തുന്നില്ല. ഇങ്ങനെ പുകയൊക്കെ പോകുന്നതാണ് ഒരു വീടിന്റെ ഐശ്വര്യം. കഴിഞ്ഞ ഞാൻ വിറകടുപ്പ് കത്തിക്കുന്ന ഒരു വ്ളോഗിൽ എനിക്ക് ഇങ്ങനെ ഈ പുക നോക്കി നിൽക്കുന്നത് ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ഒരാളൊരു കമന്റ് ഇട്ടു, വട്ടാണല്ലേ എന്ന്. ആ, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുവെങ്കിൽ അതെ, എനിക്ക് വട്ട് തന്നെയാണ്. ചില ഇഷ്ടങ്ങൾ പലർക്കും പല രീതിയിലായിരിക്കാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കാണുന്നത്. ഞാനൊരു നാട്ടിൻ പുറത്ത് ജനിച്ചു വളർന്നതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടില് ഞങ്ങളുടെ പറമ്പിൽ ഏറ്റവും കൂടുതൽ പറങ്കാവ്, കശുവണ്ടിയുടെ മരം ഉണ്ടല്ലോ, ഞങ്ങൾ പറങ്കാവ് എന്നാ പറയുന്നത്. പറങ്കാവ്, മാവ്, പിന്നെ കപ്പ കൃഷി, മറ്റുള്ള എല്ലാ കൃഷികളും ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഇല കൊഴിച്ചിൽ കഴിയുമ്പോൾ അമ്മ ഞങ്ങളെ എല്ലാം വിളിച്ചാണ് ഉച്ചയ്ക്ക് ആ പറമ്പ് മൊത്തവും തൂത്തുവാരി തീയിടും. അപ്പൊ ഈ തീ കത്തിക്കുമ്പോൾ ഈ കത്ത് കാണുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, അത് കത്താൻ സമ്മതിക്കത്തില്ല. ഇങ്ങനെ പുകഞ്ഞു പുകഞ്ഞു പോകുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് ആ പുകയെ നമ്മൾ നിൽക്കുന്നിടത്തോട്ട് കൈ കൊണ്ട് ആ എങ്ങനെ പറയണോന്ന് എനിക്കറിയത്തില്ല, ആക്കിയിട്ട് ആ പുകയ്ക്കിടയ്ക്കൂടെ ഓടും. അതൊക്കെ ഒരു നൊസ്റ്റാൾജിക് ഫീലാണ് കേട്ടോ. അതൊക്കെ കേൾക്കുന്നവർക്ക് വട്ടാണെന്ന് തോന്നുന്നെങ്കിൽ അത് എനിക്ക് വട്ട് തന്നെയാണ്. ഞാൻ ചായയൊക്കെ ഇട്ട മറ്റതില്, ചായ ഇട്ടത് ഇൻഡക്ഷനില്. ആ മേളത്തെ വേണ്ട, ക്ഷമാൻ പുറത്തെടുത്ത് വെച്ചേക്കുന്നു, തണുപ്പ് മാറി കാണും. ഒരടുപ്പേ കത്തിച്ചിട്ടുള്ളൂ. അപ്പോൾ ആദ്യം അരി തിളച്ചു, അതിനുശേഷം മാറ്റിയിട്ടാണ് അതിനകത്ത് തോരൻ റെഡിയാക്കിയത്. തോരൻ വെന്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒന്നുകൂടെ ചോറ് ആ അരി ഒന്നുകൂടെ തിളപ്പിക്കാനായിട്ട് വെച്ചു. അത് തിളച്ചപ്പോൾ മാറ്റി വീണ്ടും മീൻകറിക്ക് വേണ്ടി വെച്ചേ. അപ്പൊ എല്ലാം റെഡിയാക്കി വെച്ചാൽ മതി. എന്താണ് മീമിയൊക്കെ തിന്നല്ലോ, അതിനി അവിടെ ഉണ്ടാക്കറു. എന്തോ സ്നേഹം, സ്നേഹത്തിന് നിറകുടങ്ങൾ. എന്തൊരു സ്നേഹം രണ്ടുപേരൂടെ. ഇച്ചിരി കഴിയുമ്പോൾ അടിയും കൂടുന്നതാണ്. സ്നേഹം കൂടിപ്പോയി. രണ്ടിനും കിട്ടും എൻ്റെ കയ്യിൽ നിന്ന്. അടങ്ങിക്കിടന്നതിൽ രണ്ടുപേരും. എന്തുവാടാ എന്നെ കയറുന്നിട്ട് പോകുന്നു. വന്നിട്ട് ഞാൻ ഇന്ന് ഇച്ചിരി ചാരം ഇട്ട് കൊടുത്തതാണ്. ഇപ്പോൾ രാത്രി വൈകിട്ട് വെള്ളം ഒഴിക്കുമ്പം എൻ്റെ മണ്ടേന്നൊക്കെ പൊക്കോളും. ഒരു ഇച്ചിരി കറിവേപ്പില വേണം. എന്ത് ചെയ്യും നമ്മൾ? ഇതങ്ങ് ഒടിച്ചെടുത്താൽ ചിലപ്പോൾ പൊട്ടിക്കളിക്കുമായിരിക്കും. ഇതിനെ കുടിക്കാം. ഇത്രയും മതി. കറിവേപ്പില കൊണ്ടുവന്ന് അതുപോലെ ഇടുവല്ലേ, കഴുകിയിട്ടാണ് ഇടുന്നത്. ഇല്ലെങ്കിൽ ഇനി ചിലര് കുറ്റം കണ്ടുപിടിക്കാനായിട്ടുള്ളവരുണ്ട് കേട്ടോ. അല്ലെങ്കിൽ പറയും കഴിവാതെ കിട്ടുമെന്ന് ചോദിക്കും. കഴുകിയിട്ടാണ് ഇട്ടത്. അപ്പൊ പണി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കുറച്ച് നടക്കുന്നുണ്ടോ. ആദ്യം റൂമിന്റെ കാര്യങ്ങൾ കഴിഞ്ഞു. ബാത്റൂമിന്റെ ആ പോർഷൻ മാറ്റിയിട്ടായിരുന്നു. അതിനുശേഷം ഇപ്പോ വയറിങ്ങും പ്ലംബിങ്ങും നടക്കുവാണ് കേട്ടോ. അപ്പോ അത് കഴിഞ്ഞിട്ട് പിന്നെ ബാത്റൂമിന്റെ കോൺക്രീറ്റ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മേപ്പോട്ട് കേറിപ്പോവും. ഇവിടെ പ്ലംബിങ്ങും വയറിങ്ങും നടക്കുന്നത് കൊണ്ട് തന്നെ ഉള്ള സാധനങ്ങൾ മൊത്തവും പെരക്കി ചുറ്റും കിടപ്പുണ്ട്. ഇതെല്ലാം ജോസാന്റെ എന്താണ് ജംഗമ വസ്തുക്കളാണ് കേട്ടോ. പ്രതീക്ഷിക്കാതെ ഒരു മഴ. ഇപ്പൊ നാട്ടിൽ അതാണല്ലോ അവസ്ഥ. ചിലപ്പോ നിൽക്കുന്ന നിപ്പിലായിരിക്കും മഴ പെയ്യുന്നത്. നല്ല കൊട്ട വെയിലും ആയിരിക്കും, മഴയും പെയ്യും. പക്ഷെ ചൂടിന് ഒരു കുറവുമില്ല കേട്ടോ. സഹിക്കാൻ പറ്റാത്ത ചൂടാണ് നാട്ടില്. നാട്ടിലുള്ളവർക്ക് അറിയാം. ഭയങ്കര ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ഓൺലൈൻ മേടിച്ച ക്യൂട്ട് പോട്ടുകളെ കാണിച്ചില്ലായിരുന്നു. എന്റെ താറാക്കുട്ടികളും മറ്റേ 2 കൊച്ചുങ്ങളും അവരുടെയൊക്കെ അകത്ത് ചെടി നട്ടിട്ടുണ്ട് കേട്ടോ. പിന്നീട് വിശദമായിട്ടത് കാണിക്കാം. അപ്പോ തോരൻ വെച്ച് കഴിഞ്ഞിട്ട് വേറെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയതാണ്. അതിനുശേഷം കയ്യോടെ അതങ്ങ് കഴുകി വെക്കാമല്ലോ. ഈ അടുപ്പിന്റെ ഒരു ഗുണം ഇതാണ് കേട്ടോ. അലുവ അടുപ്പാണോ ആലുവ അടുപ്പാണോ പ്രൊനൗൺസ് എനിക്കറിയില്ല. അതിന്റെ ആ മൂട് ഭാഗം ഉണ്ടല്ലോ, അവിടെ മാത്രമേ കരിയാവത്തുള്ളൂ. അതിന്റെ ബാക്കി ഭാഗത്തൊന്നും കരിയാവില്ല. അപ്പൊ ഇതൊരു പഴയ ചട്ടിയാണ് കേട്ടോ. അടുപ്പിലൊക്കെ അല്ലാത്ത അടുപ്പിലൊക്കെ വെച്ചിട്ടുള്ള ഒരു ചട്ടിയാണ്, ചീനച്ചട്ടിയാണ്. അപ്പോ കലമൊക്കെ കണ്ടില്ലേ, അതിന്റെ പുറം ഭാഗത്ത് കരിയൊന്നും ആയിട്ടില്ല. അപ്പോ മീൻകറിയും റെഡിയായി. അതിനുശേഷം വീണ്ടും ചോറിനെ എടുത്ത് അപ്പുറത്തെ അടുപ്പിലോട്ട് വെച്ചു. ഗ്യാസിലാണ് ഞാൻ കടുക് താളിച്ച് കൊണ്ടുവന്നതേ. അപ്പോ ഇപ്പോ ചോറ് വെക്കേണ്ട ദിവസം ഞാൻ അടുപ്പ് കത്തിക്കാറുണ്ട്. അല്ലാതെ എന്തെങ്കിലും കറികൾ മാത്രം വെച്ചാൽ മതിയെന്നുണ്ടെങ്കിൽ ഞാൻ ഗ്യാസ് അടുപ്പ് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. കാരണം അല്ലെന്നുണ്ടെങ്കിൽ നഷ്ടമാണ് വിറക് കത്തിക്കുന്നത്. ചോറൂടെ ഉണ്ടെങ്കിലേ നമുക്ക് ആ ചൂടിനകത്ത് കിടന്ന് ബാക്കിയെല്ലാം അങ്ങ് റെഡി ആയിക്കോളും. പ്ലംബിങ്ങും വയറിങ്ങും ജോസാനും വേറെ ഒരാളൂടാണ് ചെയ്യുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് പണി കഴിഞ്ഞിട്ട് ഉച്ചവരെയുള്ള പണി കഴിഞ്ഞിട്ട് കഴിക്കാൻ വേണ്ടി ഇറങ്ങി വന്നതാണ്. ഒറ്റയ്ക്ക് നടക്കത്തില്ല. ഒരാളൂടെ ഉണ്ടെങ്കിലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. അപ്പൊ ഈ ദിവസങ്ങളിലൊക്കെ എനിക്ക് പണിയായിരുന്നു കേട്ടോ. വീട്ടിലെ കാര്യങ്ങൾ നടക്കണം. അതുപോലെ നമുക്ക് അച്ചാറിന്റെ കാര്യങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിനിടയ്ക്ക് അതും ചെയ്യണം. പിന്നെ പാക്കിങ്ങിന്റെ കാര്യങ്ങളുണ്ട്, അത് നോക്കണം. ഓർഡറുകൾ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നോക്കണം. എല്ലാം കൊണ്ടും മേലുകീഴ് കേറി കേറി ഒരു ദിവസം എത്ര പ്രാവശ്യം മേലുകീഴ് കേറുമെന്ന് എനിക്കറിയത്തില്ല. കാരണം ജോസാൻ സാധനം മേടിച്ചു കൊടുക്കുന്നത് കൊണ്ട് തന്നെ എന്തെങ്കിലും തീരുന്ന സമയത്തായിരിക്കും അവർ പറയുന്നത്. ആ കുപ്പി കാണിച്ചത് ഇഞ്ചിക്കറിയാണ് കേട്ടോ. ജോസാന്റെ ഫേവറേറ്റ് ആണ്. എത്ര കൂട്ടിയാലും മടുക്കത്തില്ല. ഞാനതുകൊണ്ട് കുറച്ചുണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്നതാണ്. പക്ഷെ ഞാൻ അത് എടുക്കാറില്ല ഉച്ചയ്ക്ക്. എനിക്ക് അത്ര പ്രിയമില്ല. എനിക്ക് ഇരുമ്പൻ പുളിയാണ് പ്രിയം. അതുകൊണ്ട് ഞാൻ അതാണ് എടുത്തിരിക്കുന്നത്. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ഇഞ്ചിക്കറി ഉണ്ടാക്കി അങ്ങ് വെച്ചിരിക്കും കേട്ടോ. കാരണം ചപ്പാത്തി പോലും അത് കൂട്ടി കഴിക്കുമെന്നേ. എനിക്കത് കാണുമ്പോ തന്നെ വല്ലാണ്ട് വരും എന്റെ ദൈവമേ. അപ്പൊ എനിക്കതിനോട് വലിയ പ്രിയമില്ല. അപ്പൊ എന്തായാലും ആസ്വദിച്ചൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, എത്ര പ്രാവശ്യം മേലുകീഴ് കേറി ഇറങ്ങിയെന്ന് എനിക്കറിയില്ല. ജോസാൻ പുറത്തു പോകുന്ന സമയത്ത് എന്തെങ്കിലും ആവശ്യമുണ്ട് അവർ എന്നെ ആയിരിക്കും വിളിക്കുന്നത്. അങ്ങനെ കേറിപ്പോണം. എനിക്ക് തോന്നുന്നു ഇത്രയും നാളിനോടകം ഈ വീട് വെച്ച് ഇത്രയും നാളിനോടകം ഞാൻ ടെറസിൽ കേറിയിട്ടില്ലാത്തത് എല്ലാം കൂടെ ഒരുമിച്ച് ഈ മാസം കേറി ഇറങ്ങിയിട്ടുണ്ട്. അതായിരുന്നു അവസ്ഥ. അപ്പൊ എന്നും പറയുന്നത് പോലെ ഇത് ഒരു ദിവസത്തെ വ്ളോഗല്ല കേട്ടോ. 2-3 ദിവസത്തെ ഒരുമിച്ച് ചേർത്തുള്ള ഒരു വ്ളോഗാണ്. എല്ലാ പ്രാവശ്യവും ഇലകൊഴിച്ചിൽ കഴിഞ്ഞിട്ടൊരു ക്ലീനിങ് ഉണ്ടല്ലോ, ഡീപ്പ് ക്ലീനിങ്. ഓൾറെഡി ഇവിടുത്തെ ഒരു ക്ലീനിങ് കഴിഞ്ഞതാണ്. ഇവിടുത്തെ കരിയിലയെല്ലാം അടിച്ച് കളഞ്ഞതാണ്. എന്നാലും ഇപ്പൊ പണി കഴിഞ്ഞ ശേഷം കുറച്ചുകൂടെയൊക്കെ എന്ത് അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പോവാൻ വേണ്ടി, അല്ലാതെ കരിയിലകളും വീണിട്ടുണ്ട് വീണ്ടും. അതിന്റെയൊക്കെ ക്ലീനിങ് ആണ് കേട്ടോ. എനിക്ക് ഡബിൾ പണിയാണ്. ഞാൻ തൂത്തിട്ട പറമ്പാണത്. നമ്മുടെ മുറ്റത്തല്ല, പറമ്പിലോട്ടാണ് വീഴുന്നത്. വീണ്ടും അതെല്ലാം തൂത്തിടണം. ഇടയ്ക്ക് ഇങ്ങനെ എക്സ്ട്രാ പണികൾ എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അതിനുശേഷം ഞാൻ നമ്മുടെ കസ്തൂരി മഞ്ഞൾ തീർന്നായിരുന്നു. അത് പാക്ക് ചെയ്ത് ഇവിടെ ഇരുന്ന് സാവധാനം ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. രാത്രിയാണ് പാക്ക് ചെയ്തത്. അത്യാവശ്യത്തിനുള്ളത് ആ വലിയ ബോട്ടിൽ 200 ഗ്രാമാണ്, മറ്റേതെല്ലാം 50 ഗ്രാമും. അങ്ങനെയാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. കാരണം 200 ചോദിക്കുമ്പോൾ ആ ഒരു ബോട്ടിലും കൊടുത്താൽ മതിയല്ലോ, അതിനു വേണ്ടി. അതിനുശേഷം ഗരം മസാലയും തീർന്നായിരുന്നു. അതും ഉണ്ടാക്കി പാക്ക് ചെയ്തു. പാക്കിംഗ് ഒക്കെ അത്യാവശ്യം നല്ല സമയം എടുക്കുന്ന പണിയാണ് കേട്ടോ.
അത് കസ്തൂരി മഞ്ഞളായാലും എന്തായാലും ഇത്തിരി സമയമെടുക്കുന്ന പണിയാണ്. അപ്പൊ അതും പാക്ക് ചെയ്ത് വെച്ചു. ഗരം മസാലയൊക്കെ പെട്ടെന്ന് തീരും കേട്ടോ. നിങ്ങൾ പറഞ്ഞത് കൊണ്ട് ഞാനിപ്പോ ഇത്തിരി തരിതരിയായിട്ടാണ് ഇതെടുക്കുന്നത്. ഒത്തിരി അങ്ങ് ഭസ്മം പോലെ പൊടിക്കാറില്ല. സ്ഥിരമായിട്ട് മേടിക്കുന്നവർക്കറിയാം. കണ്ടില്ലേ സ്റ്റെയറിന്റെ അവസ്ഥ ഇതാണ്. ഇതൊന്നുമില്ല. ഇതിപ്പോ ഞാൻ നോക്കിയിട്ട് നല്ല ക്ലീനായിട്ട് കിടക്കുവാണ്. എന്റെ പൊന്നെ ഇത് കഴിഞ്ഞായിരുന്നു ബാക്കി പണികൾ നടന്ന സമയത്ത് എന്നും രാത്രി ആദ്യമൊക്കെ ഞാൻ അടുപ്പിച്ച് രാത്രി തൂത്ത് തുടച്ചിടുമായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, തൂത്താ മതി, തുടയ്ക്കണ്ട, അത്യാവശ്യം പൊടികൾ പോയാൽ മതി. കാരണം വീണ്ടും ഇവരെല്ലാരും കയറി ഇറങ്ങുമല്ലേ. ഒരു ദിവസം ചില സമയത്ത് 10 ജോലിക്കാർ കാണും, 12 ജോലിക്കാർ കാണും, പല സെക്ഷനായിട്ടേ പലരുടെ കാര്യങ്ങളല്ലേ. നമ്മൾ ഡോറൊക്കെ ഇട്ടു. ബാത്റൂമിന്റെ ഡോർ ഇട്ടിട്ടില്ല, അതിന്റെ പണി കഴിഞ്ഞിട്ടേ ഡോർ എടുത്തുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ കോൺക്രീറ്റ് കഴിഞ്ഞായിരുന്നു എന്ന്. അപ്പൊ പ്ലംബിങ് കഴിഞ്ഞിട്ട് കോൺക്രീറ്റ് കഴിഞ്ഞു. അതിനുശേഷം വാട്ടർ പ്രൂഫ് ചെയ്തതാണിത്. അല്ലെന്നുണ്ടെങ്കിൽ ലീക്കേജ് വന്നാലേ മേളത്തെ നിലയല്ലേ, താഴോട്ട് വെള്ളം പോയാൽ അത് പിന്നെ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഇതൊരു ദിവസത്തെ ഒരു ഉച്ച വരെയുള്ള പണിയായിരുന്നു വാട്ടർ പ്രൂഫ്. അത് കഴിഞ്ഞിട്ട് ബാക്കി പണികൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയി നടക്കും. ഏകദേശം ഒരു മാസം കണക്ക് കൂട്ടാം കേട്ടോ, എല്ലാം കൂടെ തീർന്നപ്പോഴത്തേക്ക്. ഓരോ ദിവസവും ഉള്ള കുറച്ച് കുറച്ച് വീഡിയോസ് വെച്ച് എടുത്തിട്ട് അതാണ് ഞാൻ അപ്ഡേറ്റ് ആയിട്ട് കാണിക്കുന്നത്. പറ പറ പറയുന്നു. തേൻ എടുക്കുന്നത് അടുത്ത തിങ്കളാഴ്ചയാണ്. എല്ലാ തിങ്കളാഴ്ചയും അന്ന് വൻതേൻ എടുക്കുന്നു. പക്ഷെ ചെറുതേൻ ഏപ്രിലിൽ എടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയിരുന്നാ വീഡിയോ എടുക്കാന്ന് പറഞ്ഞു. ഞാൻ പറയാം അത് വന്ന് എടുക്കാമെങ്കിൽ നല്ലതാണ്. എടുക്കുന്ന എല്ലാം കാണിക്കാം. ഇന്നുണ്ടായിരുന്നു, ഇന്ന് രാവിലെ അച്ഛൻ ഇന്ന് ഞാൻ പറഞ്ഞ അടുത്ത തിങ്കളാഴ്ച വരുമെന്ന് പറഞ്ഞു കേട്ടോ. മെഷീനാന്ന് പറഞ്ഞാലും നമ്മുടെ ഒരു കയ്യൂടെ വേണം. കണ്ടിന്യൂസ് വേണ്ട, ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. അല്ലാതെ ഇങ്ങനെ ഇട്ടിരുന്നാൽ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. മോട്ടോർ ഓടിക്കോളും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണ്ട, ഇത് തന്നെ ഓടിക്കോളും. വ്യത്യാസം. പല പല തവികളാണ് ഓരോ സെക്ഷൻ അനുസരിച്ച്. ഇതിങ്ങനെ ഈ സൈഡിലൊക്കെ വിടവിലുള്ളതേ ഇനി വെട്ടിയെടുക്കാൻ. അപ്പം നമ്മുടെ ചമ്മന്തിപ്പൊടികളെല്ലാം ഇപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. മൂന്നാല് മണിക്കൂർ എടുക്കും കേട്ടോ. കാരണം തീ കൂട്ടിയിട്ടല്ല, ചെറുതീയിലിട്ട് തന്നെ നമ്മൾ ചെയ്തെടുക്കുന്നത്. അടുപ്പിൽ എങ്ങനെയാണോ ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ. തീ കൂട്ടിയിട്ടാൽ കരിഞ്ഞു പോവും, അത് കറക്റ്റ് ഫ്രൈ ആവത്തില്ലല്ലോ, പെട്ടെന്ന് കേടായിപ്പോവും. അപ്പോൾ ഈ ചെയ്ത സ്റ്റോക്ക് തീർന്നു. ഇനിയിപ്പോൾ ചമ്മന്തിപ്പൊടി 2 ദിവസത്തിനകം അടുത്ത സ്റ്റോക്ക് ആകുമേ. ഞാൻ നേരത്തെ കാണിച്ചിരുന്നല്ലോ, ഇപ്പൊ നമുക്ക് ചെമ്മീൻ ചമ്മന്തിപ്പൊടിയും സ്റ്റോക്ക് ആകുന്നുണ്ട്. കമ്പോസ്റ്റിന്റെ പണിയാണ്. ഒരെണ്ണം നേരത്തെ നിറഞ്ഞത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ഉണങ്ങി റെഡിയായി. ഇനി അടിയിലത്തെ എടുത്ത് വീണ്ടും മാറ്റി വെക്കണം. എന്നിട്ട് ഇപ്പോൾ ഈ ചാക്കിലോട്ട് മാറ്റുന്നത് വീണ്ടും അടുത്ത കമ്പോസ്റ്റ് ഇടണം. മേളിയിരിക്കുന്നത് താഴെയാക്കണം. 3 എണ്ണമാണ്. അപ്പോൾ സമയാസമയങ്ങളിൽ അത് ചെയ്യണം. കാണിക്കാം. ഇത് കുറേ ഇങ്ങോട്ട് മാറ്റി വെച്ചത് ഉണങ്ങി റെഡിയായി. ഇതിനെ ഇപ്പം ഈ ചാക്കിലോട്ട് തട്ടിയിടുവേ. ഇനിയിപ്പോൾ അടുത്ത കമ്പോസ്റ്റ് ഇടുന്നത് ഇതിനകത്തായിരിക്കും. എന്നിട്ട് ഏറ്റവും അടിയിരിക്കുന്നത് വീണ്ടും ഇവിടെ കൊണ്ടുവയ്ക്കും. കുറേ നാളത് അവിടെ ഇരിക്കും. എന്നിട്ടിപ്പം മേളിയിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും അടിയിൽ വെച്ചിട്ട് ഇതിനകത്തായിരിക്കും ഇനി കമ്പോസ്റ്റ് ഇടുന്നത്. പറഞ്ഞ എന്തെങ്കിലും മനസ്സിലായോ എന്തോ? മനസ്സിലായാലും ഇല്ലേലും ഇതൊക്കെയാണ് സംഭവങ്ങൾ.
സാധാരണ മുട്ടത്തോട് ഞാൻ ഇതിനകത്ത് ഇടാറില്ല, സെപ്പറേറ്റ് ഒരു കവറിനകത്താക്കി മാറ്റി വെച്ചിട്ട് അത് പൊടിച്ച് വെക്കുകയാണ് പതിവ്. അത് നല്ല കാൽസ്യമാണ്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ചെടികളുടെയൊക്കെ കൂട്ടിലിട്ട് കൊടുക്കും. ഇത് കുറേ ഉണ്ട് കേട്ടോ. എന്നാൽ അത് കമ്പോസ്റ്റായി ഞങ്ങൾ താഴോട്ട് പോകുമല്ലോ, അതനുസരിച്ച് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുമല്ലയോ. അതൊരു 1-2 ദിവസത്തിനകം അത് നല്ലോണം അങ്ങ് ഉണങ്ങും. സ്മെല്ലൊന്നും ഇല്ല കേട്ടോ, അങ്ങനെ പേടിക്കണ്ട, ഒട്ടും സ്മെല്ലില്ല. ഏറ്റവും നല്ല വളമാണിത്. പിന്നെ ഇടുമ്പം ചെടികൾ നടുമ്പോഴേ ആ ചട്ടിയിൽ ചെടിയേക്കാൾ കൂടുതൽ കയറി വരുന്നത് തക്കാളി, മുളക്, പടവലം ഇതൊക്കെയാണ്. ഇതിനകത്ത് ഈ വിത്തുകളൊക്കെ ഉണ്ട്. മുട്ടത്തോട് ഇടുമ്പോൾ നന്നായിട്ട് പൊടിച്ചിടണം, അല്ലെന്നുണ്ടെങ്കിൽ അതുപോലെ കിടക്കും. ജോസനാണ് അതുപോലെ എടുത്തങ്ങ് ഇടുന്നത്. എൻ്റെ ചകിരിച്ചോറ് തീരാറായി. ഇനി അടുത്ത ബ്ലോക്ക് മേടിച്ച് ഉണക്കി വെക്കണം. എത്ര നാളും കൊണ്ട് ഉപയോഗിക്കുക. 2 ബ്ലോക്ക് മേടിച്ചത് 2 ചാക്കിലാക്കി ഉണക്കി കെട്ടി വെച്ചിരുന്നതാണ്. ഇനിയിപ്പോൾ ഈ ഏറ്റവും അടിയിലിരിക്കുന്നുണ്ടല്ലോ, അതിനെ മാറ്റിയിട്ട് ഇത് നമ്മൾ എടുത്തില്ലേ അങ്ങോട്ട് കൊണ്ടുവെക്കും. എന്നിട്ട് ഇതിനെ ഏറ്റവും താഴെയാക്കും. ഇതിനകത്തായിരിക്കും ഇനി വേസ്റ്റ് ഇടുന്നത്. ഇതെടുക്കാൻ ഇച്ചിരി പാടാ കേട്ടോ, നല്ല വെയിറ്റാണ്. ഇഷ്ടംപോലെ സാധനം ഉണ്ടല്ലോ അതിനകത്ത്. അതിൻ്റെ മേളിലെ ആ നെറ്റ് ഇട്ടത് ഞങ്ങൾ 3 പേരോടാണ്. കുറേ സമയം എടുത്തു, കാരണം ഞങ്ങൾക്ക് പരിചയമില്ലല്ലോ. കൃഷിക്കാർക്കൊക്കെ നല്ല പരിചയമുണ്ട് അതെങ്ങനെ ചെയ്യണ്ടേന്ന്. ഞങ്ങൾക്കത് അറിയാത്തത് കൊണ്ട് തന്നെ കുറേ വേസ്റ്റ് ആയും പോയെന്ന് തോന്നുന്നു. സെഫിനെ അതങ്ങനെ താന്ന് തന്നെ കിടക്കട്ടെ സെഫിനെ. അത് പടന്ന് അതിൽ കിടന്നോളും. അതിനടങ്കലെടുത്തേക്കുവോ കുറച്ച് ചെയ്യും പോവും. ആ സൈഡിൽ താന്ന് കിടക്കുന്നേ കെട്ടണ്ടേ ദിവസം അങ്ങനെ തന്നെ ഇട്ടേക്കണേ. അങ്ങോട്ട് വലിഞ്ഞു കിടക്കുന്നേ അതെത്രയും ഞാന്ന് കിടക്കുന്നോ നല്ലതാ, വള്ളി വീശി പൊക്കോളും. ആ കുഴപ്പമില്ല, അത് പൊട്ടത്തില്ല, അങ്ങനെ കിടന്നോളും. അപ്പോൾ വീണ്ടും കുറച്ച് ചട്ടികളും ചെടികളും മേടിച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യം മേടിച്ചിരിക്കുന്നത് കൂടുതലും ഇലച്ചെടികളാണ്. നല്ല ഭംഗിയാണ് കേട്ടോ. ഇവിടെ നെല്ലിക്കുന്നത്ത് ഞങ്ങളുടെ വീടിന് അടുത്ത് തന്നെ ഉള്ള ഒരു നഴ്സറിയിൽ നിന്ന് മേടിച്ചതാണില്ല. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്ന് പറയുന്നത് പോലെ ഞാൻ ചെന്ന് നോക്കിയിട്ട് കുറേ വെറൈറ്റികൾ എനിക്ക് കാണാൻ പറ്റി. ഞാൻ കുറച്ച് മേടിക്കുകയും ചെയ്തു. ഇതൊക്കെ നിങ്ങളുടെ വീട്ടുകളിൽ ഉണ്ടോ ഇല്ലയോ എന്ന് പറയണേ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത് ഞാൻ വിചാരിച്ചു അതിന്റെ ഇല പുഴു തിന്നതാണെന്ന്, പിന്നാണ് അറിഞ്ഞത് അതിന്റെ പേര് ബ്രോക്കൺ ഹാർട്ട് എന്നാണ്. ഓരോ പേരുകളെ കിട്ടുന്നുണ്ടോ. അപ്പൊ ഞങ്ങളുടെ അടുത്ത ചെടി നടലാണ് കേട്ടോ. കുറച്ച് നട്ട് കഴിഞ്ഞു. അത് കാണീര് ദിവസം അതിനെ കാണീര് കാണുന്നുണ്ടോ. അതിനൊന്നും വെള്ളവും വെട്ടമൊന്നും വേണ്ട. ഇപ്രാവശ്യം എല്ലാം അങ്ങനെയുള്ള ചെടികളെ വെച്ചിരുന്ന കൂടുതൽ ഇലച്ചെടികൾ. ഇതിന്റെയൊക്കെ പേര് ഇനി എനിക്ക് ഗൂഗിളിൽ നോക്കണം കേട്ടോ. വളരുമ്പോ നല്ല ഭംഗിയായത് കേട്ടോ. ഇപ്പൊ പ്ലാസ്റ്റിക് ആണെന്നേ പറയത്തുള്ളൂ, ജീവനുള്ള ചെടിയാന്ന് പറയത്തേ ഇല്ല. പ്ലാസ്റ്റിക് പോലെ ഇരിക്കുന്നു. ഇപ്രാവശ്യത്തെ എല്ലാം അങ്ങനെയുള്ള സൈസ് ചെടികളാണ് മേടിച്ചേക്കുന്നത്. വേറെ സ്ഥലത്തുനിന്നാ മേടിച്ചത്. അധികം വെയിലും വെള്ളവും ഒന്നും വേണ്ടാത്ത. അപ്പൊ നട്ട് കഴിഞ്ഞിട്ടെല്ലാം കാണിക്കാം. എല്ലാരും വിചാരിക്കും അന്ന് ഞാൻ ചെടി നട്ടപ്പോഴേ ഈ ഡ്രസ്സായിരുന്നു. ഇന്നത്തെ ചെടി നടലിൽ എന്തിനാ ഈ ആവശ്യമില്ലാത്തേക്ക് പറയുന്നത്. അവര് നിന്നെ കാണുന്നവര് അവര് തന്നെയാണോ ഈ കുത്തിന്ന് കാണുന്നത്? നിന്റെ ഡ്രസ്സ് നോക്കിക്കൊണ്ടിരിക്കുവാണോ? ഈ ഡ്രസ് അവര് ഡ്രസ്സിന്റെ കാര്യം ചോദിച്ചില്ല, ഒന്നും ചോദിച്ചില്ല. അവര് ഇതാ നോക്കുന്നത്. അവൾ ആ ഡ്രസ്സിന്റെ കാര്യം അങ്ങ് വിവരിക്കുക. എന്തായാലും കൊള്ളാം. ഇന്നത്തെ ഹെൽപ്പർ സ്റ്റെഫിനാണ്. ഉണ്ടമുളകിന്റെ തൈ മേടിച്ചായിരുന്നു. ഓണാണോ? ഉണ്ടമുളകിന്റെ തൈ മേടിച്ചായിരുന്നു, അത് നട്ടു. തേങ്ങേരി വഴുതന, പച്ച വഴുതന അത് നട്ടു. പിന്നെ ചീരയും നിത്യവഴുതനയും പാവലും കാക്കടി വഴുതനങ്ങ ഞാൻ എടുത്തില്ല, തിരിച്ചിട്ട്. കാരണം എല്ലാം പടക്ക സ്ഥലമില്ലല്ലോ. കാക്കടി വഴുതനങ്ങ കാക്കടിയുടെ കൂട്ടിയിരിക്കും. അപ്പൊ നമ്മൾ ഇന്ന് ബിരിയാണി കഴിക്കാൻ പോകുന്നില്ല. നമ്മള് 27-ാം തീയതി അല്ല അത് കഴിയുമ്പോ ഒരാഴ്ചത്തെ VBS. വേണ്ട, ഞങ്ങൾ മറ്റന്നാള് പോകുന്നതായിരിക്കും. അല്ലെങ്കിൽ നാളെ വീട്ടിൽ ഫ്രീ.
എങ്കിൽ നാളെ വൈകിട്ട് പോവാം. അല്ല, നാളെ വൈകിട്ട് പ്രാർത്ഥനയുണ്ട്. എവിടാ? കളിക്കില്ല. അത് ഫുള്ള് തിരക്കാണ്. ഇനി മരിക്കും. എന്തോ ചെയ്യുമെന്ന് അറിയത്തില്ല. നാളെ മുമ്പേ ഈ മണൽ കോരിക്കണം. കരിയില്ല. ഇന്ന് ഇതിനെല്ലാം നല്ലോണം ഒന്ന് നനയ്ക്കണം. മണ്ണൊക്കെ ഒന്ന് നനയണം. അത് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം നനയ്ക്കണ്ട. ഇന്ന് വേണ്ടെന്ന് വെച്ചേ, പിന്നെ അവനുള്ളതുകൊണ്ട് ചെയ്യാമെന്ന് വെച്ച്. പിന്നെ ഞാൻ തന്നെ ചെയ്യണ്ടേ. തീരട്ടങ്ങ് ഇതൊക്കെ ജോസാൻ ചെയ്യേണ്ട പണികളാണ്. ഒന്നും മിണ്ടുന്നില്ലേ, ഒന്നും മിണ്ടുന്നില്ല. അതുകൊണ്ട് ഇതാണ്ടോ കനാലിന്റെ സൈഡിലൊക്കെ ഞാൻ ഇന്നലെ കറി വന്നപ്പോൾ കാണിച്ചില്ല, ഇതാ കിടക്കുന്നു. ഇച്ചിരി വാരി നമ്മുടെ ചട്ടിക്കകത്ത് വാരി ചാക്കിനകത്താക്കി ഒരു ചട്ടി കിട്ടിയാലും മതി. നോക്കാൻ ആവശ്യമുള്ളൂ. ഈ റോഡ് ഇങ്ങനെ ഒന്ന് നടക്കാം നമുക്ക്. വെള്ളം ഒഴുകി വരുന്നിടത്തൊക്കെ കാണും. വെള്ളം ഒഴുകി വരുന്നിടത്ത് കാണും. വെള്ളം ഇപ്പം മഴ വലുതായിട്ടില്ലല്ലോ, കണ്ടിന്യൂസ് മഴ പെയ്യുന്നിടത്ത് കാണും. ഈ മണലിനെ കുറിച്ചുള്ള സംസാരമായിരുന്നു കേട്ടോ. കാരണം ഇതൊക്കെ ഇൻഡോർ പ്ലാന്റ്സ് ആണ്. അതിന് നല്ല മണ്ണ് ഇളക്കം വേണം. അതിനുവേണ്ടി മണലുകൂടി മിക്സ് ചെയ്ത് നടുന്നതാണ് നല്ലത്. പഴയ കാലത്തെ ചെടികളൊന്നും കാണാനേ ഇല്ല. ചേച്ചിയുടെ വീട്ടില് മുല്ലയുണ്ട്, പോയി ഇച്ചിരി കൊണ്ടുവരണം. മുല്ലക്കമ്പും പാരിജാതം ജോസാൻ അറിയാമോ? പലരും പാരിജാതം പലതാ പറയുന്നത്. ഞങ്ങളുടെ വീട്ടിലെ പാരിജാതത്തിൽ നിന്ന് പറയുന്നത് തന്നെ ചേച്ചിയുടെ വീട്ടിലും നല്ല വെള്ള അടുക്ക് പോവും, ഭയങ്കര മണമാണ്. ഇഷ്ടംപോലെ മുട്ടായി നിൽക്കും. അതിപ്പോ മുല്ല അറിയാം. മുല്ല പൂക്കുന്നതിന് ഒരു സമയമുണ്ടെന്ന് തോന്നുന്നു. ഇതൊക്കെ പ്ലാസ്റ്റിക് പോലെ ഇരിക്കുന്നേ. പ്ലാസ്റ്റിക് ആയിരിക്കും ചിലപ്പോൾ. സത്യം പ്ലാസ്റ്റിക് പോലെ ഇരിക്കുന്നു. കണ്ട കാര്യം പറയും, ജീവനുള്ളതാണ്. അതെ, എല്ലാം പ്ലാസ്റ്റിക്. അതാണ്ട് ഈ ഇരിക്കുന്ന എല്ലാം അതേപോലെ. ചെടിനടൽ എന്ന് പറയുന്നത് മണിക്കൂറുകളുടെ ജോലിയാണ് കേട്ടോ. കാണുമ്പം ഈസി ആയിട്ട് തോന്നും, പക്ഷെ ഒത്തിരി സമയം എടുക്കുന്ന ഒരു പരിപാടിയാണത്. അതുകൊണ്ട് നല്ല സമയമുള്ളപ്പോഴേ ഞാനതിന് മെനക്കെടാറുള്ളൂ. ഇത് ഒക്കെ ഉണ്ടാക്കാനായിട്ട് കുറച്ച് അരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം തേങ്ങാ വെള്ളത്തിൽ പഞ്ചസാര ഇട്ട് രാവിലെ വെച്ചിരുന്നു, അതാണ് ഒഴിച്ചത്. പിന്നെ ചോറും ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ വേണ്ടി തേങ്ങാപ്പാൽ എടുത്ത് വെക്കാറുണ്ട്. വല്ലപ്പോഴും സമയം കിട്ടുമ്പോൾ മാത്രം ചെയ്യുന്ന പണികളാണ് ഇതൊക്കെ കേട്ടോ. എന്നാൽ എടുത്ത് വെച്ചാൽ ഉടൻ തന്നെ അതെല്ലാം സെയിലാവാറുമുണ്ട്. അതിൽ നിന്ന് കുറച്ച് തേങ്ങാപ്പാൽ എടുത്തു, ഈസ്റ്റ് എടുത്തു. ഈസ്റ്റ് ഇത്തിരി കൂടുതലായിരുന്നു, അത്രയും വേണ്ട. പിന്നെ ഉപ്പിട്ടു, വെള്ളം ഇട്ടു. അരച്ചിന് വന്ന മാറ്റമേ വലിയ ആളായി. വീഡിയോയിൽ കാണുമ്പോൾ കുഞ്ഞു ചെറുക്കനായിരുന്നു. ഞാൻ ഇടയ്ക്കൊക്കെ നിൻ്റെയും മെഫിൻ്റെയൊക്കെ ഞങ്ങൾ ബോംബെയിൽ നിന്ന് വന്ന സമയത്തുള്ള വീഡിയോ ഉണ്ടല്ലേ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണും ആ വീഡിയോ. ഞാൻ ആ വീഡിയോ കാണും ഇടയ്ക്കിടയ്ക്ക്. ഇപ്പൊ ഇതിൽ കണ്ടിട്ട് വലിയൊരു ചെറുപ്പക്കാരൻ. വലിയ കാര്യത്തിൽ ഞാൻ ചൈനീസ് വേണമെന്ന് പറഞ്ഞു. ഇവിടെ ചൈനീസ് ഇല്ല മക്കളെ, സിലിണ്ടർ ഇല്ല. ആകെയുള്ളത് മന്തി, അൽഫാമും പൊറോട്ടയും. ഇന്ന് നിപ്പിലോടി വന്നതാണ് കേട്ടോ. സെഫിൻ്റെ പരീക്ഷ കഴിഞ്ഞു. നേരത്തെ സെഫിൻ പറഞ്ഞു വെച്ചിരുന്നതാണ്, പരീക്ഷ കഴിയുമ്പോൾ നമുക്ക് പുറത്തു പോകാം. ഇടയ്ക്ക് പരീക്ഷയുടെ സമയത്തും വാ നമുക്ക് പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഓടനാവട്ടത്താണ്. നമ്മുടെ ഓടനാവട്ടം. ഇതിനു മുമ്പ് ഞങ്ങൾ ഒരു ദിവസം കയറിയിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇപ്പം സിലിണ്ടർ വല്ലതും ഇല്ലല്ലോ, അതുകൊണ്ട് സംശയമാണ് സ്ഥിരം പോകുന്നിടത്തൊക്കെ പോകാൻ. അല്ല പിന്നെ കൊട്ടാരക്കര പോയിട്ട് വീണ്ടും തിരിച്ചു വരേണ്ടി വരും.
ഒരു വൻ അബദ്ധം പറ്റിയത് എന്താണെന്ന് വെച്ചാല് ഞങ്ങൾ അൽഫാമാണ് പറഞ്ഞത്. അപ്പൊ ഞങ്ങളുടെ ചിന്ത എന്ന് പറയുന്നത് അൽഫാം അതിന്റെ കൂടെ റൈസും കാണും, അങ്ങനെയാണ് ഓർഡർ ചെയ്തത്. പക്ഷെ വന്നപ്പോ റൈസ് ഇല്ല, പൊറോട്ട മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചു റൈസ് ഇല്ലേ? അപ്പോഴാണ് അവര് പറയുന്നത് റൈസ് ഇല്ല, ഒരു ഹാഫ് പ്ലേറ്റ് റൈസേ ഉള്ളായിരുന്നു, റൈസും തീർന്നു, സിലിണ്ടർ ഇല്ലാത്തതുകൊണ്ടാണ് അതിന്റെയൊക്കെ ബുദ്ധിമുട്ടെന്ന്. ആദ്യമേ പറഞ്ഞിരുന്നു എങ്കിൽ പറഞ്ഞാലും ഇല്ലെന്ന് പറഞ്ഞാലും ഞങ്ങൾ കഴിച്ചേച്ച് വന്നേനെ, അത് വേറെ കാര്യം. പക്ഷെ ഞങ്ങൾ കഴിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ലേ, കൊട്ടാരക്കര കൈമാസി എന്നാണ് ഏറ്റവും കൂടുതൽ ഇതൊക്കെ കഴിച്ചിട്ടുള്ളത്. അപ്പൊ അവിടെ അൽഫാം എന്ന് പറഞ്ഞാലും അതിന്റെ കൂടെ റൈസ്, മന്തി എന്ന് പറഞ്ഞാലും റൈസ്, അങ്ങനെ കഴിച്ചിട്ടുള്ളത് കൊണ്ട് അങ്ങനെ ഒരു വലിയൊരു അബദ്ധം പറ്റി. സെബിന്റെ ഇടത്തും വലത്തും ക്യാമറകളാണ്. എല്ലി കിട്ടുന്നുണ്ടോ? എല്ലി കിട്ടുന്നുണ്ടോ? ഇത്രയുമായി കേൾക്കത്തില്ല. കുറേ നാളായിട്ട് സെഹിൻ പറയുന്നുണ്ട് നമുക്ക് പുറത്തു പോകാം, പുറത്തു പോകാം. ഞങ്ങൾക്കും സമയമേ കിട്ടുന്നില്ല പുറത്തോട്ടൊന്ന് പോയി ഫുഡ് കഴിക്കാനൊക്കെ. അപ്പൊ എന്തായാലും അവനും ഉണ്ടല്ലോ, അങ്ങനെയാണ് ഇറങ്ങിയത്. കിട്ടിയതും കൊണ്ട് കഴിച്ചിട്ട് വന്നു. പക്ഷെ ഒരു വൃത്തിയില്ലാത്തതുപോലെ ഫീൽ ചെയ്തു കേട്ടോ. പക്ഷെ നമ്മള് വേറൊരു സംഭവമാണല്ലോ ആഗ്രഹിച്ച് വന്നത്, അതുകൊണ്ടായിരിക്കാം. പൊറോട്ട കഴിക്കണം എന്നും പറഞ്ഞ് വന്നിരുന്നെന്നുണ്ടെങ്കിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയേനെ. പക്ഷെ റൈസാണ് പ്രതീക്ഷിച്ചു പോയത്. എന്തായാലും കഴിച്ചു ഇറങ്ങി. ഒത്തിരി ലേറ്റായിരുന്നു കേട്ടോ. രാത്രിയിൽ ഒരു മഴ ചാറിയായിരുന്നു. സെഫി മിക്ക ദിവസങ്ങളിലും എക്സാം കഴിഞ്ഞ് പിന്നെ ഇവിടെ പണിയുള്ള ദിവസങ്ങളിലെല്ലാം ഫുൾ ടൈം ഇവിടെ ആയിരുന്നു കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഉടൻ വരാം എന്ന പ്രതീക്ഷയോടെ. ബൈ. ഗോഡ് ബ്ലസ് യു.